ഫസ്റ്റ് ഡോസ് വാക്സിനേഷൻ Krishna. ഇത് മുമ്പ് വാക്സിൻ എടുത്ത ആ പെൺകുച്ചിൻ്റെ ഏട്ടത്തിയല്ലേ? ഹായ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് യൂട്യൂബ് ട്രെൻഡിങ്ങിലൂടെയുള്ള ഒരു യാത്രയാണ്. യൂട്യൂബിൽ നല്ല വ്യൂസ് ലഭിക്കുന്ന ഏറ്റവും മോശം കണ്ടന്റുകൾ കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് ട്രെൻഡിങ്. നല്ല ആളുകൾ യൂട്യൂബിൽ വളരരുത് എന്ന് ശബ്ദമെടുത്ത മനസ്സാണ് യൂട്യൂബിൻ്റേത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. താഴെ നിന്ന് മുകളിലേക്ക് നോക്കാം. ട്രെൻഡിങ് നമ്പർ 12. വീഡിയോ ഓഫ് ചെയ്യാൻ മറന്ന ടീച്ചർ ജോസഫ് അന്നാംകുട്ടി ജോസ്. തീർച്ചയായും ട്രെൻഡിങ് ഡിസേവിങ് ആണ് ഇങ്ങേരുടെ വീഡിയോ. എൻ്റെ ഒരു ആഗ്രഹം ഇങ്ങേരുടെ എല്ലാ വീഡിയോസും ട്രെൻഡിങ്ങിൽ വരണമെന്നാണ്. വേറെ ലെവലാട്ടോ. ഈ ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങേരുടെ വീഡിയോ കണ്ടാൽ വല്ലാത്തൊരു പോസിറ്റീവ് വൈബാണ് മനസ്സിന്. ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും ട്രെൻഡിങ്ങിൽ വരണം അല്ലേ? ഇനി 11. LGS LDC സിലബസ് ശ്രദ്ധിച്ചില്ല എങ്കിൽ പണി കിട്ടും. യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും ഈ വീഡിയോ. എന്തായാലും ട്രെൻഡിങ് ഡിസേവിങ് തന്നെയാണ്. ഇനി ട്രെൻഡിങ് നമ്പർ 10. ഗ്രേറ്റസ്റ്റ് കുക്കിംഗ് വീഡിയോ എവർ മെയ്ഡ് ബൈ കാർത്തിക് സൂര്യ. കണ്ടു നോക്കാം. ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മൾ കുറച്ച് കാലമായി ഈ ക്യാമറ ഒക്കെ പിടിച്ച് വ്ളോഗ് ചെയ്തില്ലല്ലേടാ. ലോക്ക്ഡൌൺ ഞങ്ങളെ തളർത്തിയിട്ടിരിക്കുകയായിരുന്നു. സുഹൃത്തുക്കളെ ചത്തില്ല ഗൈസ്. ഇന്ന് വേറെ നമുക്ക് പുറത്തിറങ്ങി ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അടുത്തുള്ള യുവമാരെ വിളിച്ചിട്ട് നമ്മൾ ഒരു കുക്കിംഗ് വ്ളോഗ് ചെയ്യുകയാണ് ഗൈസ്. ഇന്ന് എന്റെ വീട്ടിലെ ഫുഡ്, ഐ മീൻ അച്ഛനും അമ്മയും കഴിക്കാൻ പോണ ഫുഡ് നമ്മളാണ് ഉണ്ടാക്കുന്നത്. മെയിൻ ഷെഫ്. കുക്കിംഗ് വ്ളോഗ് ആണ്. അവിടെ കിടന്നോട്ടെ. ഇങ്ങേരുടെ ഇൻട്രോ ആണ് അടിപൊളി. അത് കണ്ടാൽ തന്നെ വീഡിയോ മുഴുവനും കണ്ടിരുന്നു പോകും. അടുത്തതിലേക്ക് പോകാം. അഹാന ഇന്റർവ്യൂസ് ഹൻസിക. ഇത് നമ്മുടെ സെലിബ്രിറ്റി ടീംസ് അല്ലേ? ഒരു വീട്ടിൽ 10 ആൾക്ക് യൂട്യൂബ് ചാനലുള്ള ആ വീടല്ലേ ഇത്? ഏതായാലും കണ്ടു നോക്കാം നമുക്ക്. എന്റെ അടുത്ത് കളിക്കാൻ വരുന്നത്. ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇസ് വെരി ട്രെൻഡി ബിക്കോസ് വി ഹാവ് ദിസ് ബാറ്റ്. കാരണം അത്രയ്ക്ക് കൊതുവാണ്. കണ്ടാ തോന്നുന്നു ഇത് ടെന്നിസ് പ്ലേയേഴ്സ്. എന്റെ മുഖം ഓൾറെഡി കടിച്ചു കൊന്നു. വാട്ട് ഈസ് യുവർ പാഷൻ ആൻഡ് നിന്റെ ആംബിഷൻ എന്താണ്? മൈ പാഷൻ, I want good body. നല്ല Yeah, I want to be taller. Healthy. എന്നുവെച്ചാൽ ഫിറ്റ്നസ് ആണ് അപ്പൊ നിന്റെ പാഷൻ? Yes. Yes. അല്ല, when I used to go for gymnastics, അപ്പം I felt my body was really healthy. പക്ഷേ 2020 ലോക്ക്ഡൗൺ ഒക്കെ ആയപ്പം ആ ഒരു എൻ്റെ ലേസിനെസ്സും വന്നു. പിന്നെ ഒരു എന്തോ ഒരു മൊത്തത്തിൽ ഐ എം നോട്ട് ഫീലിംഗ് വെരി ഹെൽത്തി. ആൻഡ് സോ ഐ നമുക്ക് നിർത്താം, അതാ നല്ലത്. ഇനി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ ഫുള്ളാക്കാൻ കഴിയില്ല. തൂങ്ങി വേലായിരിക്കും. 30 മിനിറ്റ് ഉണ്ട് ഈ വീഡിയോ. ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് തീർക്കുന്നവനെ സമ്മതിക്കണം കേട്ടോ. എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെയൊക്കെ? ഇതൊക്കെ എങ്ങനെ ട്രെൻഡിങ്ങിൽ കയറിയെന്നാണ് എനിക്ക് പിടികിട്ടാത്തത്. ട്രൂലി ഓവർ റേറ്റഡ് വീഡിയോ. ട്രെൻഡിങ്ങിൽ കയറാൻ യാതൊരു അർഹതയുമില്ല. ഇനി ട്രെൻഡിങ് നമ്പർ 8. കുട്ടാപ്പിയും കൊച്ചമ്മയും റിമി ടോമി ഒഫീഷ്യൽ. ഇതൊന്നും പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. സെലിബ്രിറ്റി അല്ല, കയറി വരുന്നത് തന്നെ ട്രെൻഡിങ് ലിസ്റ്റിലേക്കായിരിക്കും. ഇതൊന്നും പിന്നെ കാണേണ്ട ആവശ്യമില്ല. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ട്രെൻഡിങ് നമ്പർ 7. ജഗം താന്തിരം ട്രെയിലർ ധനുഷ്. നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ. സിനിമ ട്രെയിലർ അല്ലേ, എന്തായാലും ട്രെൻഡിങ് ഉറപ്പാണ്. ഇനി അടുത്തത് നോക്കാം. ട്രെൻഡിങ് നമ്പർ 6. ഉടൻ പണം 30ൽ പ്രണയം തുറന്നു പറഞ്ഞപ്പോൾ സഞ്ജു ടെക്കി വ്ലോഗ്സ്. കണ്ടു നോക്കാം. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 8:30 കറക്റ്റ് 9 മണിയാകുമ്പോഴാണ് നമ്മുടെ ചാനൽ മനോരമ നമ്മുടെ ഉടൻ പണം ഞാൻ പോയ എപ്പിസോഡ് വരുന്നത് ഗൈസ്. അപ്പൊ എല്ലാവരും കട്ടൊക്കെ എക്സൈറ്റഡ് ആണ്. ഇതിപ്പോ എന്റെ വീടല്ല, എന്റെ ആന്റിയുടെ വീടാണ്, എന്റെ മാമന്റെ വീടാണ്. അപ്പൊ അവിടെ എല്ലാരും അതല്ല, എന്റെ അമ്മയുടെ വീടാണ് ഗൈസ്. അമ്മയുടെ ആംഗ്ലയാണ് എന്റെ മാമൻ. ഓക്കെ, അങ്ങനെയാണ് സംഭവം. മനസ്സിലായില്ലേ? ഒപ്പിക്കാം. വലിയ ഗുണമൊന്നും പറയാൻ പറ്റില്ല. സാധാരണ ഒരു വ്ലോഗ് അത്ര തന്നെ. ഇനി അടുത്തത് ട്രെൻഡിങ് നമ്പർ 3. ഒരു തുണിക്കട അപാരത. സിംപ്ലി സില്ലി തിങ്സ്. ഞാൻ ഇവരുടെ 1-2 വീഡിയോസ് കണ്ടിട്ടുണ്ട്. അടിപൊളിയാണ്. ഓരോ വീഡിയോയും നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ഇവർ ചെയ്യുന്നത്. പക്കാ ഡിസേവിംഗ് ആണ്. ഇനി ഏതായാലും നമുക്ക് അടുത്തത് നോക്കാം. നമ്മൾ ട്രെൻഡിങ് നമ്പർ 1ലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ട്രെൻഡിങ് നമ്പർ 3.
ദാറ്റ് സൈക്കോ ഫ്രണ്ട് ചട്ടം പീസ് കണ്ടു നോക്കാം. ഇതൊക്കെ ട്രെൻഡിങ്ങിലോ കരിക്ക് ചെയ്തതിന്റെ ടിക്ടോക്ക് അത്ര ഇതിനൊക്കെ പറയാൻ പറ്റൂ. എ ടിപ്പിക്കൽ ടിക്ടോക്ക് ക്രിഞ്ച്. എന്തോന്നായി വീഡിയോയിലുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞതാ, എനിക്ക് മനസ്സിലാവുന്നില്ല. യൂട്യൂബ് പതിയെ ഒരു ടിക്ടോക്ക് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന സത്യം നാം അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യന് മനസ്സമാധാനം കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു യൂട്യൂബ്. ഇപ്പോൾ ടിക്ടോക്കേഴ്സും അവിടെ കയറി മേയാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ, ഒരു 6 മാസത്തിനുള്ളിൽ ട്രെൻഡിങ് ലിസ്റ്റ് മുഴുവനും ഷോർട്സ് ആയിരിക്കും. പക്ക ഓവർ റേറ്റഡ് വീഡിയോ, ഒന്നും പറയാനില്ല. ഇനി അടുത്തത് ട്രെൻഡിങ് നമ്പർ 3, ഫസ്റ്റ് ഡോസ് വാക്സിനേഷൻ ഡൺ. ഇഷാനി കൃഷ്ണ. ഈ കൊച്ചിൻ്റെ വീഡിയോ ഇല്ല നമ്മൾ കുറച്ച് നേരത്തെ മുന്നേ കണ്ടത്. ഇപ്പോൾ കുടുംബത്തോടെ ഇറങ്ങിയതാണല്ലേ എല്ലാവരും കൂടെ വെറുപ്പിക്കാനായിട്ട്. ഏതായാലും കണ്ടു നോക്കാം. ഒബ്സർവേഷൻ ഉണ്ട്. 84 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് ഡോസ് വരുന്നത്. ആക്ടിവിറ്റീസിനോ ഫുഡിനോ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. എല്ലാവരും എടുത്ത് വാക്സിൻ തന്നെയല്ലേ ഇവരെടുത്തത്, വേറെ പ്രത്യേകത ഒന്നും ഇവർക്കില്ലല്ലോ. ഇതൊക്കെ ട്രെൻഡിങ്ങിൽ വരാമെന്ന് പറയുമ്പോൾ ഞാനെന്താ പറയാ, പറഞ്ഞാൽ ചിലപ്പോൾ തെറിയായി പോകും. ഇത് ടിക്ടോക്കിനേക്കാളും കഷ്ടമാണല്ലോ. ട്രെൻഡിങ്ങിൽ വരാൻ മാത്രം എന്ത് ക്വാളിറ്റിയാണ് ഈ വീഡിയോക്കുള്ളത്? എല്ലാവരും ചെയ്യുന്ന പ്രവൃത്തി തന്നെയല്ലേ ഇവരും ചെയ്യുന്നത്. 100 ഡിസ്ലൈക്ക് ഫോർ യൂട്യൂബ്. ഈ വീഡിയോ ചെയ്തവരെ ഞാൻ കുറ്റം പറയില്ല, കാരണം എന്ത് വീഡിയോ യൂട്യൂബിൽ ഇടണമെന്ന് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഒരു തേങ്ങയും ഇല്ലാത്ത ഇങ്ങനെയുള്ള വീഡിയോസ് ട്രെൻഡിങ്ങിൽ കയറ്റിയതിന് യൂട്യൂബിന് എൻ്റെ വക 100 ഡിസ്ലൈക്ക്. ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് ആണ് കോമഡി. ഈ ചേച്ചിയുടെ വീഡിയോ കണ്ടു, ലാസ്റ്റ് ആയപ്പോൾ ഇഷ്ണി ചേച്ചിക്കും എടുക്കണമെന്ന് കേട്ടപ്പോൾ വന്നതാ. എന്ത് കാണാനാണ് ഇതിലൊക്കെ? ഒരു സൂചി എടുത്ത് കയ്യിൽ കുത്തുന്നതും. ഇത് കാണുന്നവന്മാർക്കൊന്നും ബോധമില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇനി അധികം ഞാൻ പറയുന്നില്ല, അടുത്ത ട്രെൻഡിങ്ങിലേക്ക് നോക്കാം. ഫസ്റ്റ് ഡോസ് വാക്സിനേഷൻ കൃഷ്ണ. ഇത് മുമ്പ് വാക്സിൻ എടുത്ത ആ പെൺകുച്ചിന്റെ ഏട്ടത്തിയല്ലേ? എന്തോന്നടേ, കണ്ടു നോക്കാം. എന്തായാലും ഞാൻ ഇഞ്ചക്ഷൻ എടുക്കത്തില്ല, കരഞ്ഞു കഴിഞ്ഞാൽ. എന്ത് ചെയ്യുവാണ്? പഠിക്കുവാണോ? ഏതായിരുന്നു സബ്ജക്ട്? ലിറ്ററേച്ചർ. ഏത് കോളേജ് ആയിരുന്നു? ശരിക്കും അറിഞ്ഞായിരുന്നു? കുറച്ച് കഴിഞ്ഞല്ലോ. 30 minutes ഒബ്സർവേഷൻ ഉണ്ട്, കഴിഞ്ഞിട്ട് പോകാം. 84 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് ഡോസ് വരുന്നത്. കൈ തിരുമ്പോ ഒന്നും വേണ്ട. ഓക്കെ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അനിയത്തി വാക്സിൻ എടുക്കുന്നത് ട്രെൻഡിങ് നമ്പർ 3, ഏട്ടത്തി വാക്സിൻ എടുക്കുന്നത് ട്രെൻഡിങ് നമ്പർ 2. ഭാഗ്യം ബാക്കിയുള്ളവർ വാക്സിനേഷൻ എടുക്കുന്നത് ഇടാത്തത്. അങ്ങനെയാണെങ്കിൽ ട്രെൻഡിങ് നമ്പർ 10 വരെ നോക്കാണ്ട് ഇവർ തന്നെയായിരിക്കും. ഇതിനേക്കാളൊക്കെ എന്നെ ചിരിപ്പിച്ചത് എന്താണെന്ന് അറിയോ? ഇതിനു താഴെ വന്ന കമന്റാ. എന്തൊരു കരച്ചല ഇത്, പാവത്തിന് നൊന്ത് പറഞ്ഞാൽ കൂടി പോകും. ഇഞ്ചക്ഷൻ എടുക്കാൻ പേടിയുള്ളവർ ഇവിടെ, അതിന് 6K ലൈക്കും. എനിക്ക് താങ്കളെ മനസ്സിലാകുന്നില്ല യൂട്യൂബ്. ഈ ട്രെൻഡിങ് ലിസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ വല്ല ഓപ്ഷനും ഉണ്ടോ? ഇതൊക്കെ ട്രെൻഡിങ്ങിൽ കാണുന്നതിനേക്കാളും നല്ലത് ട്രെൻഡിങ് ബഹിഷ്കരിക്കുന്നതാണ്. നമുക്ക് ട്രെൻഡിങ് വേണ്ട, എന്തിനാ വെറുതെ. യൂട്യൂബിൽ ഒരുപാട് നല്ല കണ്ടന്റുകൾ ചെയ്യുന്ന, നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, ക്രിയേറ്റീവ് ആയിട്ടുള്ള, സമൂഹത്തെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന നല്ല യൂട്യൂബേഴ്സ് ഉണ്ട്. അവരുടെ വീഡിയോസൊക്കെ ട്രെൻഡിങ്ങിൽ വരണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഇതൊരു മാതിരി നല്ല വ്യൂസുള്ള ഏറ്റവും മോശം വീഡിയോസ് തിരഞ്ഞു പിടിച്ച് ട്രെൻഡിങ്ങിൽ ഇട്ട പോലെയുണ്ട്. ഇനി എൻ്റെ വീഡിയോ ട്രെൻഡിങ്ങിൽ കയറണമെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. ഇവിടെ വീഡിയോ ഇട്ട് ഒരു 500 വ്യൂസ് കിട്ടണമെങ്കിൽ തന്നെ ഒരാഴ്ച കാത്തിരിക്കണം. എനിക്കൊന്നും ട്രെൻഡിങ് സ്വപ്നം കാണാൻ പോലും പറ്റില്ല. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വല്ല ആഗ്രഹമൊന്നുമില്ലെന്നേ. ഏതായാലും നമുക്കത് വിടാം. നല്ല യൂട്യൂബേഴ്സ് വ്യൂസ് കിട്ടാതെ നരകിക്കുമ്പോൾ ഇതുപോലെയുള്ള ക്രിഞ്ച് കണ്ടന്റുകൾ ട്രെൻഡിങ്ങിൽ കൊണ്ടുവരുന്ന നടപടി യൂട്യൂബ് അവസാനിപ്പിച്ചേ പറ്റൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ വീഡിയോയോട് അനുഭവം ചെയ്യുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.